ഇന്ന് പകൽ നാം ഒന്നിച്ച് ഈ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിൻ്റെ അനുഗ്രഹം അവരുടെ മേൽ ഉണ്ടാകേണ്ടതിന് വേണ്ടി നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. അതുപോലെ തന്നെ പ്രിയ നോയൽ തോമസിന് വേണ്ടി, മിയ തോമസിന് വേണ്ടി നമുക്ക് ദിവസങ്ങളിൽ പ്രാർത്ഥിക്കാം. അവരുടെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ നൽകി. വിശേഷാൽ ഏറിയ പ്രിയ പൈതൽ ജാക്സൺ ജെയിംസ് തോമസുമായി അവർ ദൈവസന്നിധിയിലായിരിക്കുന്നു. ദൈവിക അനുഗ്രഹങ്ങൾ അവരുടെ മേൽ പകരേണ്ടതിന് വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. നാം ഒന്നിച്ചാണ് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷകൾ ചെയ്യുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. പ്രാരംഭത്തിൽ ജാക്സന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയ പൈതലിൻ്റെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ആദ്യം പ്രിയ പൈതലിന് വേണ്ടി പ്രാർത്ഥിക്കും, അതിനുശേഷം അവരുടെ മാതാപിതാക്കൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവിൻ, അവരെ തടയരുത് എന്ന് അരുളി ചെയ്ത കർത്താവേ, അങ്ങ് തൊടേണ്ടുന്നതിന് ചിലർ ശിശുക്കളെ അങ്ങയുടെ സന്നിധി കൊണ്ടുവന്നതുപോലെ കർത്താവേ, ഞങ്ങളുടെ പ്രിയ പൈതലുമായി അങ്ങയുടെ സന്നിധിയോട് അടുത്ത് വരുന്ന കർത്താവേ, വിശേഷാൽ പ്രിയ നോയലിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു, പ്രിയ മെൻസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. തന്റെ മക്കളുടെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചല്ലോ, അനുഗ്രഹിക്കപ്പെട്ട തലമുറകളെ ദൈവം അവർക്ക് നൽകിയല്ലോ. ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, വിശേഷാൽ അവർക്ക് ദാനം കൊടുത്ത പ്രിയ ജാക്സൺ ജെയിംസ് തോമസിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ നിയമരക്തം കൊണ്ട് ഞങ്ങൾ ഒന്നിച്ച് പ്രിയ പൈതലിനെ മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു. കുഞ്ഞിന്റെ ജനനം മുതൽ ഇന്നുവരെയും ദൈവത്തിന്റെ അനുഗ്രഹം അവനോട് കൂടെ ഉണ്ടായിരുന്നല്ലോ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു, ദൈവകൃപയും അവന്റെ മേൽ ഉണ്ടായിരുന്നു എന്ന് ഞങ്ങൾ വായിക്കുന്നത് പോലെ പിതാവേ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ പുത്രനായ യേശുവിന്റെ നാമത്തിൽ ഈ കുഞ്ഞിനെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവേ, ആമേൻ. അവന്റെ ജനനം തൊട്ട് ഇന്നുവരെയും ദൈവം അവനെ അനുഗ്രഹിച്ചതിനാൽ സ്തോത്രം. യാതൊരു ദൃഷ്ടിദോഷങ്ങളും കൂടാതെ ദൈവം പരിപാലിച്ചതിനാൽ ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് മകൻ അവിടുത്തെ ദാസന്മാരാകുന്ന ഞങ്ങൾ ഒന്നിച്ച് മാതാപിതാക്കളോട് ചേർന്ന് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ ജാക്സൺ ജെയിംസ് തോമസിനെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന് വേണ്ടി കുഞ്ഞിനെ സമർപ്പിച്ച് കർത്താവിന്റെ നാമത്തിൽ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടു. കർത്താവിന്റെ നാമത്തിൽ അവൻ അനുഗ്രഹിക്കും. അനേകർക്കൊരു അനുഗ്രഹമായി മാറും. രാജ്യത്തിന് അവൻ അനുഗ്രഹമായി മാറും. Once again, thank you, Father, for hearing our prayers. We ask in the name of Jesus. Amen. അലക്സാണ്ടർ മാത്യു എന്നാണ് കുഞ്ഞിനെ അവരെ പേരിട്ടിരിക്കുന്നത്. ഈ അലക്സാണ്ടർ മാത്യു അല്ലെ അനേകർക്ക് അനുഗ്രഹമായി മാറാൻ നമുക്ക് ഒന്നിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കാം. ചേർത്ത് സ്തോത്രം ചെയ്യാമോ? നമുക്കെല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്ത് പ്രാർത്ഥിച്ചു. കർത്താവേ, ഞങ്ങൾ ഒന്നിച്ച് അങ്ങയുടെ സന്നിധിയോട് അടുത്ത് വരുന്ന കർത്താവേ, സ്വർഗം അങ്ങയുടെ സിംഹാസനം, ഭൂമി അങ്ങയുടെ പാദപീഠം, ഞങ്ങൾ അങ്ങയുടെ മക്കൾ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്ന കർത്താവേ. ഞങ്ങളുടെ പ്രിയ അരുണിനായി ഞങ്ങൾ സ്തോത്രം ചെയ്യുന്നു. പ്രിയ സിനുനായി ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അവരുടെ കുടുംബജീവിതത്തെ ദൈവം അനുഗ്രഹിച്ചതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. അനുഗ്രഹിക്കപ്പെട്ട നന്മകൾ, ദാനങ്ങൾ നൽകിയതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ദൈവം അവർക്കൂടെ തലമുറകൾക്കായി ഞങ്ങൾ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വിശേഷാൽ പ്രിയ അലക്സാണ്ടർ മാത്യുവിനായി ഞങ്ങൾ ദൈവകരങ്ങളിൽ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഈ കുഞ്ഞിന്റെ ജനനം മുതൽ ഇന്നുവരെയും ദൈവത്തിന്റെ കൃപ അവനോട് കൂടെ ഉണ്ടായിരുന്നതിനാൽ ഞങ്ങൾ അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്ന കർത്താവേ. ഹാലൻ ഇന്ന് പകൽ സഭയായി ഞങ്ങൾ ഒന്നിച്ച് പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധ ആത്മാവിന്റെയും നാമത്തിൽ അലക്സാണ്ടർ മാത്യുവിനെ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന കർത്താവേ, ദൈവനാമത്തിന് വേണ്ടി, ദൈവരാജ്യത്തിന് വേണ്ടി ഈ കുഞ്ഞിനെ സമർപ്പിച്ച് ഞങ്ങൾ കുഞ്ഞനേകർക്ക് ഒരു അനുഗ്രഹമായി മാറുവാൻ വിശേഷമായ ജ്ഞാനവും അവൻ ദൈവിക കൃപയും അവന്റെ മേൽ പകരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും ദൈവത്തിന്റെ കൃപ അധികമായി പകരണമേ. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടത് വചനത്തിൽ കാണുന്നത് പോലെ ദൈവകൃപയോടെ വളരുവാൻ സഹായിക്കണമേ. അങ്ങയുടെ നാമം ചൊല്ലി ഞങ്ങൾ ഒന്നിച്ച് കുഞ്ഞിനെ അനുഗ്രഹിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങയുടെ നാമത്തിൽ കുഞ്ഞ് അനുഗ്രഹിക്കപ്പെട്ടിരിക്കുന്നു, ബലപ്പെട്ടിരിക്കട്ടെ. അവിടെ ഞങ്ങൾ പ്രാർത്ഥന കൈക്കൊണ്ടതിനാൽ എല്ലാ മഹത്വം ഞങ്ങൾ അറിയിക്കുന്നു. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ദൈവരാജ്യം
ഏതൊരു കുടുംബത്തിനും പേർ വരുവാൻ കാരണമായി തീരുന്ന പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് തിരുസന്നിധിയിലേക്ക് അടുത്തു വരുന്നു. അനേകർക്ക് തലമുറകളില്ലാതെ ഭാരപ്പെടുമ്പോൾ കർത്താവിന്റെ മക്കൾക്ക് ദാനമായൊരു പൈതലിനെ നൽകിയത് സ്തോത്രം ചെയ്യുന്ന കർത്താവേ, പൈതൽ പ്രായം മുതൽ ദൈവകൃപയിൽ തന്നെ വളരുവാൻ ഉചിതമായ ആലോചനകൾ ഉപദേശങ്ങൾ നൽകി കൊടുക്കുവാൻ പ്രിയ മാതാപിതാക്കന്മാരെ അവിടുന്ന് പ്രാപ്തരാക്കി തീർക്കുമാറാക്കണമേ. പൈതൽ മുൻപാകെ മാതൃയോടെ ജീവിപ്പാൻ, സ്നേഹത്തിൽ അനുദിനം വർദ്ധിച്ചു വരുവാൻ പ്രിയ മാതാപിതാക്കന്മാരെ കർത്താവ് സഹായിക്കുമാറാകണമേ. ഐക്യതയോടെ നിൽക്കുവാൻ, ദൈവത്തെ ഭയപ്പെട്ട്, ദൈവത്തെ ബഹുമാനിച്ച്, ദൈവഹിതപ്രകാരം ചുവടുകൾ കുത്തുവാൻ പ്രിയ മാതാപിതാക്കന്മാരെ കർത്താവ് ബലപ്പെടുത്തുമാറാകണമേ. വളരെ അനുഗ്രഹമായി തീരുവാൻ, ഈ തലമുറ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കുമാറാകണം. എന്റെ നാമത്തിൽ പ്രിയ മക്കളെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നീ ഒരു അനുഗ്രഹമായിരിക്കും എന്ന് പറഞ്ഞതുപോലെ പ്രിയ പൈതൽ അനുഗ്രഹമായിരിക്കണം. മാതാപിതാക്കന്മാർ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണം. പ്രാർത്ഥനയുടെ നന്ദി യേശു ക്രിസ്തുവിന്റെ തുല്യമായ നാമത്തിൽ. മേശയ്ക്ക് ചുറ്റും ഒരു തൈകൾ പോലെയും ഇരിക്കും. യഹോവ ഭക്തനായ പുരുഷൻ ഇങ്ങനെ അനുഗ്രഹിക്കപ്പെട്ടവനാകും. യഹോവ സിയോനിൽ നിന്നെ അനുഗ്രഹിക്കും. നിന്റെ ആയുഷ്കാലമൊക്കെയും നീ യെരൂശലേമിന്റെ നന്മയെ കാണും. നിന്റെ മക്കളുടെ മക്കളെയും നീ കാണും. ഇസ്രായേലിന്റെ സമാധാനം കാണും. വിശേഷ പ്രിയ സൈമൺ പാസ്റ്ററിനെ സംബന്ധിച്ചിടത്തോളം, മോളിയാനെ സംബന്ധിച്ചിടത്തോളം നിന്റെ മാത്രമുള്ള സാക്ഷികളായി ഓരോ വ്യക്തികളും തീരുവാൻ നീ ഞങ്ങളെ സഹായിക്കണം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഞങ്ങളെ നടത്തണം. ഞങ്ങളെ കേൾപ്പിച്ച അനുഗ്രഹമുള്ള ദൂതകൾക്കായി സ്തോത്രം. കർത്താവേ, അനുഗ്രഹത്തിന്റെ പാത ഞങ്ങൾക്ക് നീ തുറന്നിരിക്കുക. സ്തോത്രം. ഞാനുള്ള യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കേൾക്കണമേ നല്ല പിതാവേ. അനുഗ്രഹത്തോടെ മനസ്സലിവുടയ